നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് ആണ് കേട്ടോ. സൈക്കോളജി പേപ്പറിനകത്ത് ക്രിയേറ്റിംഗ് ഫെസിലിറ്റേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ മിസ്സ് റീമ മിസ്സാണ്. ഞങ്ങൾ ജാമിയ നദ്വിയ ഇടവണ്ണയാണ് പഠിച്ചത്, മലപ്പുറം ജില്ലയിൽ. അപ്പം ടീച്ചർ ഞങ്ങളെല്ലാവരെയും ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്ക് തന്നു. ഈ ഒരു ടോപ്പിക്സിലെ കോൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്, അതൊക്കെ ഓരോരോ ഗ്രൂപ്പിന് തന്നിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സുകളെല്ലാം എഴുതി. എന്നിട്ട് ഗ്രൂപ്പിൽ ഒരാൾ വന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് പഠിച്ചത് കേട്ടോ. അപ്പോൾ ശരിക്കും ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഗ്രൂപ്പായിട്ട് പഠിക്കുക, ഡിസ്കസ് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. പഠിത്തം നല്ല ഈസി ആയിട്ട് നടക്കുന്ന, നമുക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്, ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഗ്രൂപ്പ് മീൻസ് 2 or more individuals with shared characteristics. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ ആളുകൾ ഇരുന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു സീ ഈച്ച് അതർ ഫ്രീക്വൻറ്റ്ലി ആൻഡ് കൺസിഡർ ദംസെൽസ് ആസ് പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊരു ഗ്രൂപ്പ് തിരിച്ചു 2 പേരായിരിക്കാം, അല്ലെ ഇപ്പോൾ 5 പേരുള്ളൊരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവർ ഫ്രീക്വൻറ്റ്ലി കാണുന്ന ആളുകളായിരിക്കും, ഡിസ്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും, ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അതേപോലെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഗ്രൂപ്പിനൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ഓരോരോ ഇപ്പം ബ്ലൂ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലൂ ടീം, ബ്ലൂ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തരം തിരിക്കാറില്ലേ കലാമേളയ്ക്കൊക്കെ. അപ്പോൾ അവരുടെ ഒരു ആവേശം കാണണ്ടേ, അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ദി മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ആർ കണക്റ്റഡ് ടു വൺ അനദർ ബൈ സോഷ്യൽ റിലേഷൻഷിപ്സ്. പലരും പല ക്ലാസ്സിലുള്ളവരായിരിക്കാം, പല ഏജിലുള്ളവരായിരിക്കാം, പല കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കാം. പക്ഷെ അവരെല്ലാവരും കൂടി അവരുടെ ഹൗസിനെ വിൻ ചെയ്യിപ്പിക്കണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ അവർ പരസ്പരം കണക്റ്റഡ് ആണ്, അല്ലേ? ആൻഡ് ദേ ആർ വർക്കിംഗ് ടുവാർഡ്സ് എ ഗോൾ ദാറ്റ് ഈസ് ബെനഫിഷ്യൽ ടു ദം. അവർക്ക് ഗുണപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാണ്. പീപ്പിൾ ജനറലി ബിലോങ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ആളുകൾ സാധാരണഗതിയിൽ എല്ലാവരും ഓരോ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ ഓരോരോ ഗ്രൂപ്പിൽ വരുന്നത്, ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി എന്നൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ BEd കഴിഞ്ഞതോട് കൂടി നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള ഒരു ലേബലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെ ഇതുവരെ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരുന്നു. അതേപോലെ ഓരോന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ബാച്ച് ആയിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം എല്ലാവരും എപ്പോഴും ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ വിടാം, കേരളൈറ്റ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ വിടാം, മലയാളീസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ വിടാം, മലപ്പുറത്തുകാർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ വിടാം, ഇല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ഗ്രൂപ്പാക്കി എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിലാണ് ശരിക്കും. And people, for example, one may be a member of a sports team, club, place of worship, class, workplace, etc. അപ്പം ചിലപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ റിലീജിയൻ വൈസ് അത് നമ്മൾ അങ്ങനെ ഗ്രൂപ്പ് ആക്കണ്ട കേട്ടോ. അങ്ങനെ ഓരോരോ ഗ്രൂപ്പ് നമുക്ക് പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ആൻഡ് ഗ്രൂപ്പ്സ് ആർ എമംഗ് ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് എൻഡ്യൂറിംഗ് സോഷ്യൽ യൂണിറ്റ്സ്. ദേ ആർ ബെനിഫിഷ്യൽ ബോത്ത് ടു ദെയർ മെമ്പേഴ്സ് ആൻഡ് ടു ദ സൊസൈറ്റി അറ്റ് ലാർജ്. ഓരോ മെമ്പറിനും അതിനൊരു ഉപകാരം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സൊസൈറ്റിക്കും അവരെ കൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി ഇത്ര നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അവനവനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അതുപോലെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല. Groups form the foundation for the societies to emerge. Let us see the characteristics of a group. അപ്പോൾ നമുക്ക് characteristics of a group എന്ന് നോക്കാം. 1. It includes 2 or more individuals. 2 അതിലധികമോ ഇൻഡിവിജ്വൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. It has common goals. ഒരു സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കറക്റ്റ് ലക്ഷ്യം ഉണ്ടായിരിക്കും. It keeps common code of behavior. ഈ പോലത്തെ ബിഹേവിയർ ആയിരിക്കും അവരുണ്ടായിരിക്കാം. It has a common identity. അതുപോലെ തന്നെ കോമൺ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. There is active interaction among members. അതുപോലെ നമുക്ക് ഒരു ഉദാഹരണം, ഒരു ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഈ മെമ്പേഴ്സ് തമ്മിൽ ഇല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് എന്താ കാര്യം, അല്ലേ? ആൻഡ് ദർ ഈസ് ഇൻ്റർഡിപ്പെൻഡൻസ്. ഒരാൾ മറ്റൊരാളെ കണക്ട് ചെയ്തിട്ടായിരിക്കും എപ്പോഴും നിൽക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇറ്റ് കോസസ് ഫെലോ ഫീലിംഗ്. അതുപോലെ അത് എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്, അയാൾക്ക് നൊന്ത എനിക്കും നോവുന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കളക്റ്റീവ് വിസ്ഡം. അതുപോലെ തന്നെ ഒരാളുടെ അറിവല്ല, ഒരുപാട് പേരുടെ അറിവ് ഒരുമിച്ച് കൂട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്ന് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. പിന്നെ അതിനൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നല്ല, അതിനൊക്കെ നമുക്കൊരു കയറിട്ട് ഒന്നിച്ച് കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം അതിനകത്ത് ഉണ്ടായിരിക്കും.
ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ നോംസ് ആൻഡ് ഓർഡേഴ്സ്. അവർക്ക് അവരുടേതായിട്ടുള്ള നോംസും ഓർഡേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പട്ടാളക്കാരാണെങ്കിൽ ഓക്കെ നമുക്കറിയാലോ, അവർ മറ്റുള്ള ടീമിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. വൈ? അവർക്ക് അവരുടേതായിട്ടുള്ള നോംസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ. മാത്രമല്ല അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവരെന്താ സംസാരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേറെ രീതിയിലാണ് അല്ലേ. ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് പവർ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഒരു പവർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പവർ സ്ട്രക്ചർ ഷോസ് ദി എമൗണ്ട് ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് പവർ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ്. ഇപ്പം പവർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തൊട്ട് കളിക്കാൻ പറ്റില്ല കേട്ടോ. അവർ കുറച്ച് പവറുള്ള ആൾക്കാരാണെന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അവരുടെ ഒരു പ്രത്യേകതയാണത് അല്ലേ. ഇപ്പോൾ 2020 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കിഴക്കമ്പലത്ത് വന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരൊരു ടീമാണ്, അവർ വരണം, അല്ലെങ്കിൽ അവർക്കൊരു പവർ ഉണ്ട് നമുക്ക് തോന്നിപ്പോകുന്നില്ലേ. അപ്പോൾ അതേപോലത്തെ അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും, അതെന്തുമാട്ടെ, എന്നാലും അവരൊരു ടീമാക്കി ഉണ്ടാക്കി എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സച്ച് കൈൻഡ് ഓഫ് ഒരു പവർ അവർക്ക് വരുന്നുണ്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് എ ഗ്രൂപ്പ് മെമ്പർ. നമ്മൾ ഒരു ഗ്രൂപ്പ് മെമ്പർ ആയിരിക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഇറ്റ് ഗിവ്സ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. നമ്മളൊരു ഗ്രൂപ്പിൽ മെമ്പർ ആകുമ്പോൾ നമ്മുടെ കൂടെ കുറേ പേരുണ്ടെന്നും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ്. ഇപ്പോൾ നമുക്ക് ക്ലാസ് റൂമുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു കുട്ടീനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ എല്ലാവരും ഇവിടെ ആരുടേതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പം ഈ പാർട്ടി പ്രവർത്തകരൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അവർ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരാൾക്ക് പ്രശ്നം ഉണ്ടായാൽ മറ്റേ ആൾ ഇടപെടുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു സെക്യൂരിറ്റി ഫീലിംഗ്. ആൻഡ് ഇറ്റ് ഗീവ് സ്റ്റേറ്റസ്. പിന്നെ നമുക്കൊരു സ്റ്റേറ്റസ് വരുന്നുണ്ട് ആ ഗ്രൂപ്പിൽ മെമ്പർ ആണ് എന്ന് പറയുമ്പോൾ. ഒരു ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി അവർക്ക് അവൻ്റേതായിട്ടുള്ളൊരു സ്റ്റേറ്റസ് വരികയാണ്. ആൻഡ് ഇറ്റ് ഡെവലപ്പ് സെൽഫ് എസ്റ്റീം. നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അറ്റൈനിങ് ഗോൾസ്. പിന്നെ അത് മാത്രമല്ല ഒരു കൃത്യമായിട്ടുള്ളൊരു ഗോൾ, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് പവർ ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിക്കും പവർ കൊടുക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആവുന്നതോടുകൂടി. ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യലൈസേഷൻ. മാത്രമല്ല അതൊരു സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. എല്ലാവരും തമ്മിലൊരു കണക്ഷൻ വരികയാണ്. ആൻഡ് ഇറ്റ് ബ്രോഡൻസ് മൈൻഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അതുപോലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആവുന്നതോടുകൂടി തന്നെ എല്ലാവരും പരസ്പരം മനസ്സിലാക്കി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ബ്രോഡൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വരുന്നു. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഷെയറിംഗ് ഓഫ് ഫീലിംഗ്സ് among members, and it facilitates social cohesion, and it develops problem solving skills, and it develops patience in members, and it facilitates innovative movements. അല്ലേ, പുതിയൊരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും പവറാണ് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ. അതുപോലെ നമുക്ക് പേഷ്യൻസ്, അതുപോലെയുള്ള ഇമോഷൻസ് ഒക്കെ വരും. നമുക്ക് കുറേ കാര്യങ്ങൾ ദേഷ്യമൊക്കെ അടക്കി നിർത്താൻ സാധിക്കുക. സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ പ്രോബ്ലം സോൾവിങ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഒരുപാട് വഴികൾ വരികയാണ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആണ് പറയുന്നത് കേട്ടോ. ഗ്രൂപ്പ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എ ക്ലാസിഫിക്കേഷൻ ഈസ് ആസ് പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്സ് ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്സ്. അങ്ങനെ നമുക്ക് മൂന്നായിട്ട് ഒരു സാധാരണ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അനദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതാണ്. പിന്നെ വേറെ ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഓൾസോ ദർ. അപ്പോൾ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ നോക്കാം. ഒന്ന്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്സ്. എന്തൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പ്സ്? Primary groups are those that are intimately knitted. പരസ്പരം ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുക. ദേ ആർ ടിപ്പിക്കലി സ്മോൾ ഇൻ സൈസ്. കണ്ട അവർ വളരെ ചെറിയ ഗ്രൂപ്പായിരിക്കും, ബട്ട് ഇൻറ്റിമേറ്റ് ഇൻ റിലേഷൻഷിപ്സ്. പക്ഷേ അവർ ഭയങ്കര ക്ലോസ് ആയിരിക്കും. ആൻഡ് ആർ യൂഷ്വലി ലോങ് ലാസ്റ്റിംഗ്. മാത്രമല്ല ഇതൊക്കെയാണ് കൂടുതൽ കാലം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്സ് ഫീൽ എ സ്ട്രോങ് പേഴ്സണൽ ഐഡൻറ്റിറ്റി വിത്ത് ദ ഗ്രൂപ്പ്. അവർക്ക് ആ ഒരു ഗ്രൂപ്പിലായിരിക്കും ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം അധികം മെമ്പേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ 2 പേര് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചുള്ളൂ, ചെറുപ്പം തൊട്ടേ അവർ ഫ്രണ്ട്സാണ്. ചിലപ്പോൾ അവസാന കാലം വരെ അവർ ഫ്രണ്ട്സായിട്ട് തന്നെ ഉണ്ടായിരിക്കും. കാരണം 2 പേരേ ഉള്ളൂ, അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് കൃത്യമായിട്ട് അറിയാം, മറ്റേ ആളുടെ ക്യാരക്ടർ ഇയാൾക്ക് അറിയാം. അതങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാലം നിൽക്കും. ചെറിയ ചെറിയ ഗ്യാങ്ങുകൾ ഒരുപാട് കാലം നിൽക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ഒരുപാട് മെമ്പേഴ്സ് വരുമ്പം സാധ്യത, അതായത് അവർക്കൊക്കെ ഉണ്ടാകുന്ന സ്വഭാവം വേറെ വേറെ ആയതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാം. ചില രാഷ്ട്രീയ പാർട്ടിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അവർ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ അവർക്കൊരു കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് അവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ പിന്നെ വരുന്നത്
ദ മെമ്പേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്സ് ഫീൽ എ സ്ട്രോങ് പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു. എക്സാമ്പിൾ വന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലി, ഗ്രൂപ്പ് ഓഫ് ക്ലോസ് ഫ്രണ്ട്സ് എക്സെട്ര. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനമ്മ കുട്ടികൾ അതുമാത്രം നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, ഗ്രൂപ്പായിട്ടുള്ളതും നല്ലത് തന്നെയാണ്. അപ്പം ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഐഡൻറ്റിറ്റി വളരെ പ്രകടമായിരിക്കും. ഒരുപാട് മെമ്പേഴ്സുള്ള ഫാമിലിയിൽ താമസിക്കുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി സ്പെസിഫിക് ആയിരിക്കും ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഉണ്ടാവുന്നത്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് ഉദാഹരണം പറയാം. ആൻഡ് ദ ടേം പ്രൈമറി ഈസ് യൂസ്ഡ് വിത്ത് ദീസ് ഗ്രൂപ്പ്സ് ബിക്കോസ് ദേ ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യലൈസേഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ പ്രൈമറി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് യഥാർത്ഥത്തിൽ ഒരു സോഷ്യലൈസേഷൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവരാണ്, അല്ലേ? ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് നമ്മളിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആൻഡ് ദ റിലേഷൻഷിപ്സ് ഇൻ പ്രൈമറി ഗ്രൂപ്പ്സ് ഗിവ് ലവ്, സെക്യൂരിറ്റി ആൻഡ് കമ്പാനിയൻഷിപ്സ്. അപ്പം സ്നേഹവും കമ്പാനിയൻഷിപ്സും ഒക്കെ ഇവിടെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. പീപ്പിൾ ലേൺ വാല്യൂസ് ആൻഡ് നോംസ് ഫ്രം ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ദാറ്റ് ദേ സ്റ്റേ വിത്ത് ദം ഫോർ മോസ്റ്റ് ദെയർ ലൈഫ്സ്, അല്ലേ? നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ വാല്യൂസാണ് നമ്മുടെ ലൈഫ് ലോങ് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ആൻഡ് the primary groups include the family, the child's play group and neighborhood. These groups are almost universal in societies. ഇത് എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് they give people the earliest experience of social unity. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള പഠനം, യഥാർത്ഥത്തിൽ ഒരു എക്സ്പീരിയൻസ്, അനുഭവമൊക്കെ കിട്ടുന്നത് ഈ ഒരു പ്രൈമറി ഗ്രൂപ്പുകളിൽ നിന്നാണ്. Then secondary group. Secondary groups is a group formed for carrying out some specific task. ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ലൈഫിൽ. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഇംപേഴ്സണൽ ആൻഡ് യൂഷ്വലി ഷോർട്ട് ടേം. ഇറ്റ് എംഫസൈസസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ് ആൻഡ് നോട്ട് ദ റിലേഷൻഷിപ്സ്. ഇവിടെ റിലേഷൻഷിപ്സും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല പ്രധാനം. എന്താണോ ഗോൾ, ആ ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമുകളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. അവർ നമ്മൾ എത്രത്തോളം പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തത് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രേ നോക്കുന്നുള്ളൂ. ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയേ ഉള്ളൂ. എ സെക്കൻഡറി ഗ്രൂപ്പ് ഹാസ് എ ഫോമൽ സ്ട്രക്ചർ. ഇതിനൊരു ഫോമൽ സ്ട്രക്ചറാണ്, ഒരു ഒഫീഷ്യൽ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. എ ഫോമൽ അതോറിറ്റി ഈസ് സെറ്റപ്പ് വിത്ത് ഡെസിഗ്നേറ്റഡ് പവേഴ്സ് ആൻഡ് എ ക്ലിയർ കട്ട് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് മെമ്പർ ഈസ് സ്പെസിഫൈഡ്. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ കീഴിൽ കുറേ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ അവർക്കൊരു ഗോൾ അറ്റൈൻ ചെയ്യാനുണ്ടായിരിക്കും. അത് വളരെ ഔദ്യോഗികമായിട്ടുള്ളൊരു ഒരു കൂട്ടുകെട്ടായിരിക്കും. അവരത് അത്രയും ചെയ്യണം, അത്രയേ ഉള്ളൂ ഇവിടെ ആവശ്യം. And contacts and communication are mostly indirect because secondary groups are bigger in size and members may not stay together. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരായിരിക്കില്ല, എന്നും കാണുന്നവരായിരിക്കില്ല, പിന്നെ അവർ ഒരുപാട് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ മാത്രമല്ല അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് പ്രൈമറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ തമ്മിലൊരു ഭയങ്കര റിലേഷൻഷിപ്പ് വരണമെന്നൊന്നുമില്ല. The members depend on mass media for communication. അവർ മിക്കവാറും മാസ് മീഡിയനെ ആയിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയോ ഒക്കെ ആയിരിക്കും അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മറ്റത് തൊട്ടടുത്തിരുന്ന് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രൈമറിയിൽ. ആൻഡ് റിലേഷൻഷിപ്സ് വിത്തിൻ സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ നോട്ട് ഡീപ്പ്. ഇത് അത്ര ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്സ് ഒന്നും വരില്ല. എക്സാമ്പിൾ, എ കമ്മിറ്റി ഫോമിൽ ടു റിസീവ് ദ ഗസ്റ്റ് കമ്മിങ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം. ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അവിടെ ഒരു പ്രോഗ്രാം കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആ കമ്മിറ്റി ആ ഗസ്റ്റിനെ സ്വീകരിക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അത് പിരിച്ചുവിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സെക്കൻഡറി ഗ്രൂപ്പും പ്രൈമറി ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്മോൾ ഇൻ സൈസ്. മറ്റേത് സെക്കൻഡറി ഗ്രൂപ്പ് എന്താ, ഇറ്റ് മേ ബി സ്മോൾ ഓർ ലാർജ് ഇൻ സൈസ്, ഏത് സൈസും ആവാം. ആൻഡ് പ്രൈമറി ഗ്രൂപ്പ് ദർ ഈസ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ബട്ട് അവിടെ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ഇൻറ്റിമേറ്റ് സെക്കൻഡറി ഗ്രൂപ്പിൽ കേട്ടോ. ഇറ്റ് ഈസ് ലാസ്റ്റ് ലോങ് ആണ് പ്രൈമറി, മറ്റേത് നോട്ട് ലാസ്റ്റ് ലോങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് പേഴ്സണൽ ഇൻ നേച്ചർ, ബട്ട് ഇറ്റ് ഈസ് ഇംപേഴ്സണൽ ഇൻ നേച്ചർ. People spend more time in this group, people spend less time in this group. And high influence on the personality of the members, less influence on the personality of the members. ഇനി അടുത്തത് റെഫറൻസ് ഗ്രൂപ്പ് ആണ് കേട്ടോ. റെഫറൻസ് ഗ്രൂപ്പ് is a group that the people bases for evaluating their behaviors. It is basically a generalized version of a role model. An individual may or may not belong to this group. അപ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേസിസ്, അതായത് ബിഹേവിയർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് റെഫറൻസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ബേസിക്കലി ജനറലൈസ്ഡ് വേർഷൻ ഓഫ് എ റോൾ മോഡൽ. റോൾ മോഡലിൻ്റെ ഒരു അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അതായത് but he uses its standards of measurement as a frame of reference. For example, if a girl wants to know if she is slim enough, she may use supermodels as a reference. An individual is surrounded by countless reference groups. Okay, അപ്പം റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇപ്പം നന്നായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിൾ പോലെയാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു ഇൻസ്പയർ ചെയ്തപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരാളെ അവരുടെ ജീവിത രീതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട്. അപ്പം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്, ആ ഒരു ഗ്രൂപ്പിൽ ഒരാളാണ് എന്ന് മാത്രം. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പ്രൈമറിയിലും സെക്കൻഡറിയിലും കണ്ടുള്ള പോലെയുള്ളൊരു കമ്മ്യൂണിക്കേഷനൊന്നും ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ ഉണ്ടാവണം എന്നൊന്നുമില്ല. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് സറൗണ്ടഡ് ബൈ കൗണ്ട്ലെസ്, ഒരുപാട് റെഫറൻസ് ഗ്രൂപ്പ്സ് നമുക്കുണ്ടാവും. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരാളാണ് റോൾ മോഡൽ എങ്കിൽ ചിലപ്പോൾ നമ്മളുടെ വേ ഓഫ് ലിവിങ്ങിൽ വേറൊരാളായിരിക്കും റോൾ മോഡൽ, നമ്മളുടെ നടത്തത്തിൽ നമ്മൾ വേറൊരാളായിരിക്കും, നമ്മളുടെ ഫുഡിൽ വേറൊരാളായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് റെഫറൻസ് ഗ്രൂപ്പ് നമ്മൾ ഒരു ദിവസം തന്നെ മെമ്പറാണ് എന്നുള്ളത്. ആൻഡ് പീപ്പിൾ ജനറലി ഹോപ്പ് ടു ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദെയർ റെഫറൻസ് ഗ്രൂപ്പ്സ്. അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അവരുടെ ഈ ഒരു റെഫറൻസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരാൾ ഇപ്പം ലാലേട്ടനെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ അതേപോലെ തന്നെ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഗ്രൂപ്പിലൊരു മെമ്പറാണെന്ന് പറഞ്ഞ് അറിയപ്പെടാൻ ഭയങ്കര താല്പര്യമായിരിക്കും. എസ്പെഷ്യലി ഇഫ് ദേ ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദം and they try to act like those they think typify these groups. If a person's reference groups is a particular karate team, he dresses, walks and acts quite differently than if his reference group is a local farmers club. So a reference group helps shape not only a person's expectations and outlook but also his appearance and style. അപ്പോൾ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള റെഫറൻസ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഫ്രീക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഫ്രീക്കനാണെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് അറിയാം എങ്ങനെയാണ് ഒരു ഫ്രീക്കൻ നടക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് മനസ്സിലാവും. അപ്പം അവർക്ക് ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളാണെന്നും പറഞ്ഞിങ്ങനെ അറിയപ്പെടുന്നതായിരിക്കും താല്പര്യം. അതിന് വേണ്ടിയിട്ട് അത്തരം ആളുകൾ ചെയ്യുന്നത് എന്താണോ അത് കോപ്പി ചെയ്യാനാണ് ഇവർ ശ്രമിക്കുക. അപ്പം ലൈക്ക് വൈസ് അങ്ങനെയാണ് നമ്മൾ അതിന് ഇവർ ഏത് ഗ്രൂപ്പിനെ റെഫർ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പതുക്കെ ആ ഗ്രൂപ്പിലൊരു മെമ്പറായിട്ട് ഇയാൾ മാറുകയാണ് ചെയ്യുന്നത്. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് കേട്ടോ. ഫോർമൽ ഗ്രൂപ്പ്സ് ആർ ഗ്രൂപ്പ്സ് ഹാവിങ് ദെയർ ഓൺ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. എക്സാമ്പിൾ സ്കൂൾ. ഇപ്പോൾ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഔദ്യോഗികപരമായിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസും റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും എല്ലാം ഉള്ളതാണ് കേട്ടോ, സ്കൂള്, കോളേജ് ഒക്കെ. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ദ കാഷ്വൽ ഗെറ്റിംഗ് ടുഗെദർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ എനി പർപ്പസ് ക്യാൻ ബി ടേംഡ് ആസ് ഇൻഫോർമൽ ഗ്രൂപ്പ്. പക്ഷേ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അവർ ചിലപ്പം ഒന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനായിരിക്കും അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കാനായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അതാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദിസ് ഇൻഡിവിജ്വൽസ് ഫോർ എനി പർപ്പസ് ആയിരിക്കും. ദിസ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് മേ നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ റിജിഡ് റൂൾസ്. അവർക്ക് പ്രത്യേകിച്ച് റിജിഡ് റൂൾസ് ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ കമ്മിങ് ടുഗെദർ ഓഫ് സം പേഴ്സൺസ് ടു ഡിസ്കസ് എ മാരേജ് റിലേറ്റഡ് മാറ്റർ, അല്ലേ? ഇപ്പോൾ ഒരു മാരേജ് സെലിബ്രേഷന് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അങ്ങനെയൊക്കെ അതിലൊന്നും വലിയ റിജിഡ് റൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ്. ഇത് ഗ്രൂപ്പുകളുടെ ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഇറ്റ് സ്റ്റഡീസ് ഗ്രൂപ്പ്സ് ഫോർമേഷൻ, സ്ട്രക്ചർ, ഇൻട്രാക്ഷൻ, ബിഹേവിയർ ആൻഡ് പ്രോസസ്. അപ്പം ഒരു ഗ്രൂപ്പിൻ്റെ ഫോർമേഷൻ, സ്ട്രക്ചർ, ഇൻട്രാക്ഷൻ, ബിഹേവിയർ, പ്രോസസ് ഇതെല്ലാം പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്. It describes the interpersonal processes. It can be defined as a system of social and psychological processes within and between groups of individuals. അപ്പോൾ ഇത് ഗ്രൂപ്പിൽ എങ്ങനെയാണ് മറ്റ് ഗ്രൂപ്പുകളായിട്ട് എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ എന്നുള്ളതൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ദ ഇൻട്രാക്ഷൻസ് ഇൻഫ്ലുവൻസ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ വെൻ ദേ ആർ ഗ്രൂപ്പ്ഡ് വിത്ത് അതേഴ്സ്. അപ്പം ഇവിടെ ശരിക്കും എങ്ങനെയാണ് ഇൻട്രാക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആറ്റിറ്റ്യൂഡും ബിഹേവിയറും. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എടുത്ത് എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ പഠിക്കും. Group dynamics is based on the field theory of Kurt Lewin, and so he is widely recognized as a father of group dynamics. അപ്പം ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത് ഫീൽഡ് തിയറി കൊണ്ടുവന്നിട്ടുള്ള കേർട്ട് ലെവിനെയാണ്.
അപ്പോൾ അദ്ദേഹത്തെയാണ് ഇതിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഇറ്റ് ഷോസ് ദ ഇൻറ്റേർണൽ നേച്ചർ ഓഫ് ഗ്രൂപ്പ്സ്, ദ ഫോർമേഷൻ, സ്ട്രക്ചർ, പ്രോസസ്സസ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ഹൗ ദേ അഫക്റ്റ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, അതർ ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. അപ്പം ഇതെന്താ വെച്ചാൽ ഒരു ഓർഗനൈസേഷനെ എങ്ങനെ അത് ബാധിക്കുന്നു, ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് എങ്ങനെയാണ് അവർ പരസ്പരം മിങ്കിൾ ചെയ്യുന്നു, അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ കണക്കാക്കി ചെയ്യുന്നത്, ഇതെല്ലാം ഇതിവിടെയാണ് പഠിക്കുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ദ ടെക്നിക്സ് സച്ച് ആസ് റോൾ പ്ലേയിങ്, ബ്രെയിൻ സ്റ്റോമിങ്, ലീഡർലെസ് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് തെറാപ്പി, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ടീം ബിൽഡിംഗ്, ട്രാൻസാക്ഷൻ അനാലിസിസ് എക്സെട്ര. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ അവർ ഉപയോഗിക്കട്ടെ, ഈ ടെക്നിക്സൊക്കെ ഉപയോഗിക്കും. അപ്പം ഉദാഹരണം പറയണം, ഇപ്പം ഞാൻ വീണ്ടും പൊളിറ്റിക്സിലേക്ക് പോകുന്നല്ല. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഇലക്ഷന് തോറ്റു എന്ന് വിചാരിക്കാം. അപ്പം തന്നെ പറയും ഞങ്ങൾ മുതിർന്ന തലത്തിൽ, ഉന്നത തലത്തിൽ ഞങ്ങളൊരു യോഗം നടത്തി, എന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പിലുണ്ടായിട്ടുള്ള പാളിച്ചകൾ വിലയിരുത്തി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം ഇവിടെ നടക്കുന്നത് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. എങ്ങനെ ഈ ഗ്രൂപ്പ് എന്തുകൊണ്ട് ഇത് തോറ്റു, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്ന് ഉന്നതതല യോഗം വെക്കും. എന്നിട്ട് അവരിങ്ങനെ ഓരോന്നായിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ വേണമായിരുന്നു, ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെ ചെയ്തപ്പോൾ അത് നന്നായിട്ടുണ്ട്. അപ്പം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഇവരിങ്ങനെ തീരുമാനിക്കും. ഇത്രയേ ഉള്ളൂ ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പം വേഗം ആ ഒരു പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ്, മുതിർന്ന നേതാക്കൾ എന്ത് ചെയ്യും, ഒരു മീറ്റിംഗ് നടത്തും, എന്നിട്ട് തീരുമാനിക്കും. അത് ആലോചിക്കാം കേട്ടോ. ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിങ്സ്. അതിപ്പം ഇനിയിപ്പോൾ നമ്മളൊരു സ്പോർട്സിൻ്റെ ഈവൻറ്റ് കഴിഞ്ഞു, അപ്പോൾ ഈവൻറ്റ് കഴിഞ്ഞപ്പോൾ ഗ്രീൻ ഹൗസ് തോറ്റെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നിങ്ങനെ അവർ അവലോകനം നടത്താറില്ലേ, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെയർ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഈസ് സ്പെസിഫൈഡ് ബിലോ എന്ന് വെച്ചാൽ ഇത് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് അവരെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും. അത് നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ എല്ലാവരും പങ്കെടുക്കണം, നിർബന്ധമായും ഒരു ഐറ്റത്തിലെങ്കിലും പങ്കെടുക്കണം എന്ന് പറയാറുണ്ട്. അതെന്തിനാ വെച്ചാൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ് മെത്തേഡ്. പിന്നെ ഇത് ഹെൽപ്സ് ദ ടീച്ചർ ഇംപ്രൂവ് ദ റിലേഷൻഷിപ്സ് ഇൻ ദ ക്ലാസ്, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ നോ ദ പാറ്റേൺ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ ക്ലാസ്, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് അച്ചീവ് ഇമോഷണൽ ബാലൻസ്. ഇറ്റ് കൾട്ടിവേറ്റ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻ പ്യൂപ്പിൾസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സംഘാടനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോർഡിനേഷനും മാനേജ്മെൻറ്റിൻ്റെ ഒരു ലോകമാണ് നമുക്ക്. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ അത് എങ്ങനെ വേണം എന്നുള്ളത് പഠിക്കാനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ക്യാമ്പുകൾ നടത്താറുണ്ട് BEdനൊക്കെ. അപ്പം ഞങ്ങളുടെ ക്യാമ്പ് എന്ന് പറയുന്നത് ആകെ 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ജിഷാനയായിരുന്നു ഒരു കോർഡിനേറ്റർ. അപ്പം ജിഷാന അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. മാത്രമല്ല അവൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു വീട് എങ്ങനെയാണ് അവൾ ഓർഗനൈസ് ചെയ്യുക, അതേപോലെ ആ ക്യാമ്പ് മുഴുവൻ ഓരോന്നും ഓരോ ആൾക്കാർക്ക് അസൈൻ ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാ കോളേജിലും നടത്തുക. പക്ഷേ ഞങ്ങളുടെ കോളേജിൽ നല്ല രസമായിട്ട് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കാശ് ശരിക്കും തിരിച്ച് തരാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എത്രയോ 500 രൂപയോളം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. അത്രയും നല്ല രീതിയിൽ ആ ഒരു ക്യാമ്പ് സക്സസ്ഫുൾ ആയിട്ട് അവളത് കണ്ടക്ട് ചെയ്തു. അപ്പം അതൊരാളുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. കുട്ടികൾക്ക് ആ ഒരു കപ്പാസിറ്റി കുഞ്ഞിലേ അവർക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇറ്റ് എൻറിച്ചസ് ടീച്ചർ പ്യൂപ്പിൾ അറ്റാച്ച്മെൻറ്റ്, ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ്, ആൻഡ് ഇറ്റ് ഡെവലപ്പ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ പീപ്പിൾസ്. അത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. മറ്റു പോയിൻറ്റുകളൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ഈ സമൂഹത്തിൽ കുട്ടികളെ നമ്മളെപ്പോഴും ഇങ്ങനെ തള്ളി അവരെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ് അവരൊന്നിലും ഒരു കഴിവില്ലാത്തവരാണെന്ന് പറയുന്നില്ലേ, നമ്മൾ തന്നെ പറയണില്ലേ. കുറച്ച് പ്രായം കഴിയുമ്പോൾ അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാത്തതുകൊണ്ടാണ്. റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതോട് എന്ന് നമ്മൾ കൊടുക്കാൻ തുടങ്ങുന്നു അന്ന് തൊട്ട് അവൻ്റെ ലൈഫിൽ അവൻ ഭയങ്കരമായിട്ട് ശ്രദ്ധാലുവായിരിക്കും. അപ്പം അത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഓവർകം ദ ഡിഫക്റ്റ് ഓഫ് one by the strength of another, and it incorporates the specific talents of members. Okay, then group cohesion. Group cohesion means a bond that links individuals to the group.
ഗ്രൂപ്പ് കൊഹേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് ആ ഗ്രൂപ്പുമായിട്ട് ഉണ്ടാവേണ്ട ഒരു വ്യക്തിപരമായിട്ടും ഒക്കെ ഉണ്ടാവേണ്ട ഒരു ബന്ധമാണ്. എന്ന് വെച്ചാൽ ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മലയാളത്തിൽ പറയാം. ഒരു ഗ്രൂപ്പിലായിട്ട് നമുക്ക് അതിനെ നമ്മൾ പറയാറില്ലേ, തൊഴുത്തിൽ കുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ശരിക്കും വളരുമോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മാക്സിമം നമ്മുടെ മൈൻഡ് ഇങ്ങനെ നമ്മൾ കുട്ടികൾ നല്ല ബോണ്ട് ഉണ്ടായിരിക്കണം. ഗ്രൂപ്പ് കൊഹേഷൻ ഈസ് എ മെഷർ ഓഫ് ദ അട്രാക്ഷൻ ഓഫ് ദ ഗ്രൂപ്പ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്റേഴ്സ് തന്നെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ ഗ്രൂപ്പിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണം. ദ സെൻസ് ഓഫ് ടീം സ്പിരിറ്റ് ആൻഡ് ദ വില്ലിങ്നെസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു കോർഡിനേറ്റ് ദെയർ എഫേർട്സ്. അപ്പോൾ ഇവിടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, വില്ലിങ്നെസ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇപ്പം നമുക്ക് നമ്മളെ ഒരു ഭയങ്കര ഗ്രൂപ്പായിട്ടൊരു ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടായിരിക്കും. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനോടുള്ളതിനേക്കാളും വിശ്വാസവും കാര്യങ്ങളൊക്കെ അവർക്കുള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ എനിമീസിന് അതാണ് അവരെ ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് അവരെയൊക്കെ പേടി വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത്രയും അവർക്ക് ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് അത് തന്നെ ആയിരിക്കും ഇത് നേരും ചിന്ത, അല്ലേ? അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിനെയും കൊണ്ടുവരാൻ വേണം. ആ ഒരു സ്പെഷ്യൽ ഗോളിന് വേണ്ടിയിട്ട് മരിക്കുവോളം വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം അവിടെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവർക്ക് ഇഷ്ടം വരണം, അവർ ചെയ്യുന്ന കാര്യം കറക്റ്റാണെന്നും അവർ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നും ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് മനസ്സിലാവണം. അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് ആലോചിച്ചാൽ അറിയാമല്ലോ. ഇപ്പോൾ ക്ലാസ് റൂമിൽ നമ്മൾ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകണ്ട, ക്ലാസ് റൂമിലാണെങ്കിൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. ഒരു ടീം പറ്റ പോക്കാണ് നമുക്ക് കണ്ടെത്താൻ അറിയാം. അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, അവർക്ക് തമ്മിലൊരു കോർഡിനേഷൻ ഇല്ല, ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ. അപ്പം ഇതൊക്കെ വളർത്തിയെടുക്കുക, നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ ആ ഗ്രൂപ്പിനെ പാകപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് ഗ്രൂപ്പ് കൊഹേഷൻ. ആൻഡ് when cohesion is strong, the group will remain stable. But when it is weak, the group may fall apart. അല്ലേ? നമ്മൾ ഗ്രൂപ്പ് നന്നായിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. People who share characteristics like gender, race, sex, religion, etc. will typically form stronger connections in a group. അപ്പം while a group of diverse individuals may have difficulty in staying together. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഒരേപോലത്തെ സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട്, ഈ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ്. ഒരേ സെക്സിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരേ റേസിൽ വരുന്ന ആളുകൾ, ഒരേ ജെൻഡറിൽ വരുന്ന ആളുകളൊക്കെ ഓരോരോ ഗ്രൂപ്പാക്കുമ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷേ എല്ലാ തരത്തിൽപ്പെടുന്ന ആളുകളും കൂടെ കൂടുന്ന സമയത്ത് ആ ഗ്രൂപ്പിന് അത്ര സ്ട്രോങ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ശരിക്കും മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു, അല്ലേ? എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഒരു ഇത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവരുടേതായിട്ടുള്ളൊരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരാണ് ശരിക്കും അനുഭവിക്കുന്നത്. മറ്റുള്ള ഒരു മെമ്പേഴ്സിന്, മറ്റുള്ള വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ വേദന എന്താണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് എന്നാലും ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പോയിന്റ് അതാണ്. ഒരേ ഗുണങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരൊന്നും കൂടി സ്ട്രോങ് ആയിരിക്കും, അങ്ങനെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ് കൊഹേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് ദ യൂണിറ്റി ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഷോസ് ദ ഫീലിങ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് കൊഹേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റിനെ കാണിക്കുന്നു, ഫീലിങ്സ് ഓഫ് അട്രാക്ഷനെ കാണിക്കുന്നു, ആൻഡ് ദർ ഈസ് ഹൈറ്റൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഞാൻ അതിൽ പെടുന്ന ഒരാളാണ് എന്നുള്ളൊരു ബിലോങ്ങിങ്നെസ് അവിടെ കാണുന്നുണ്ട്. ആൻഡ് ദർ ഈസ് ഷെയർഡ് സെൻസ് ഓഫ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ഡിസയർ ടു ബി എൻതൂസിയാസ്റ്റിക് അബൌട്ട് ദ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് കോസസ് ടു സാക്രിഫൈസ് ഇൻഡിവിജ്വൽ ഡിസയേഴ്സ് ഫോർ ദ ഗ്രൂപ്പ് ഗുഡ്നെസ്. എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പോരാടും, അല്ലേ? നമ്മൾ എത്രയോ ആളുകളെ കണ്ടതാണ്, എത്രയോ പേര് അവരുടെ ജീവൻ തന്നെ ബലി കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവരെന്തിനാണ് അവരുടെ സ്വന്തം ജീവിതം നശിപ്പിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് നശിപ്പിച്ചത്? അവർ നമ്മുടെ ഈ ലോകത്തിന്, ഈ ഒരു ഭാരതത്തിന് വേണ്ടിയിട്ടല്ലേ, അവരുടെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ത്യജിച്ച ആളുകളാണ്. അപ്പോൾ അതാണ്. ദെൻ ദ പീപ്പിൾ ഇൻ ദ ഗ്രൂപ്പ് ലൈക്ക് ഈച്ച് അതർ. ആ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാവരും പരസ്പരം സ്നേഹിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? ഞാനൊരു ഗാന്ധിയനാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഞാനൊരു പോരാളിയാണ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റുള്ള ആളുകൾ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥ, അല്ലേ? അപ്പം അതൊക്കെയാണ്. ആൻഡ് ഇറ്റ് ഷോസ് ദ വില്ലിങ്നെസ് ടു വർക്ക് ടുഗെദർ ടുവാർഡ്സ് സം ഗോൾസ്. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഗ്രൂപ്പ് ടാസ്ക്. ഓരോ ആളുകൾക്കും അവിടെ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രൂപ്പ് കൊഹേഷൻ. ഇനി ഗ്രൂപ്പ് കൊഹേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, സൈസ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പ് കൊഹേഷൻ്റെ സാധ്യത വളരെ കുറയും. പക്ഷേ നല്ല കോർഡിനേഷൻ ആണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും കേട്ടോ. ദെൻ ഇന്റർഡിപെൻഡൻസ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്, അച്ചീവ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്, ഏജ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ഫാമിലി എക്സ്പെക്റ്റേഷൻസ്, motivation, outlook of the individuals, team spirit of the members, personal satisfaction of the members, individual needs of the members, nature of social relationships of the individuals in the group, personal benefits, interest of the members, attitude of the members, communication skills of the members, nature of interaction in the group. അപ്പോൾ ഇതെല്ലാം ഈ ഗ്രൂപ്പ് കൊഹേഷനെ ബാധിക്കും. ഒരുവൻ അവൻ്റെ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഫാമിലി ആയിട്ട് നമുക്ക് എതിർപ്പുണ്ടായിരിക്കും, അതിനകത്തോട്ട് പോകണമെന്നൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഫാമിലിയും സപ്പോർട്ടാണെങ്കിൽ അവൻ ഒന്നും കൂടി വർക്ക് ചെയ്യാനുള്ളൊരു കഴിയും കാണിക്കും. അതുപോലെ പേഴ്സണൽ ബെനഫിറ്റുകൾ എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് തനിക്കോ അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കോ ഒരു ഉപകാരം ഇല്ലയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പ് കൊഹേഷൻ കുറയും. അങ്ങനെയാണ് ഗ്രൂപ്പൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടും ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മൾ എന്തിനാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ആ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഒരു സമയത്തുമ്പോൾ മറന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പിൽ ആ ഒരു സത്യത്തെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അത് സമ്മതിക്കാൻ കഴിയാതെ വരികയും അവരതൊന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇത്തരം രീതിയിൽ അതുപോലെ മെമ്പേഴ്സിൻ്റെ ടീം സ്പിരിറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അല്ലെ പേഴ്സണലി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കണം. അപ്പം മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇതിൽ റിലേറ്റ് ചെയ്തിരിക്കും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നതും അതൊക്കെ കോർഡിനേറ്റേഴ്സ് ആണ് കേട്ടോ ശരിക്കും അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ദെൻ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ, അത് പിന്നെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൂപ്പിസം വരുന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദെൻ പേഴ്സണൽ അട്രാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് ഫേവറബിൾ ഇവാലുവേഷൻ, എഗ്രിമെൻറ്റ് ഓൺ ഗോൾസ്, മെമ്പേഴ്സ് സിമിലാരിറ്റി, ത്രെറ്റ് ടു ദ ഗ്രൂപ്പ് ഓർ ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു കൊഹേഷനെ നന്നായിട്ട് ബാധിക്കും. ഇനി എന്താണ് ഗ്രൂപ്പ് കൊഹേഷൻ കൊണ്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് എ ഹെൽത്തി സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സെറ്റിംഗ് ആൻഡ് ഇറ്റ് ഗിവ്സ് മെമ്പേഴ്സ് ഇൻക്രീസ്ഡ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഇറ്റ് ഇംപ്രൂവ്സ് ഫെലോ ഫീലിംഗ് എമംഗ് ഇൻഡിവിജ്വൽസ്, ഇറ്റ് സ്ട്രെങ്തൻസ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ഇറ്റ് ഡെവലപ്സ് ഗുഡ് സിറ്റിസൺഷിപ്സ് ഇൻ ഇൻഡിവിജ്വൽസ്, ഇറ്റ് ഡെവലപ്സ് വാല്യൂസ് in members, it facilitates socialization, and it facilitates preservation and modification of culture, it facilitates collective wisdom, members more readily accept group goals, group performance. Okay, അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി സോഷ്യലി സൈക്കോളജിക്കലി സെറ്റിങ്ങിൽ അത് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്ത് തരും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ടൂറ് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും കൂടി ടൂറ് പോവാണ്. അപ്പോൾ ടൂറ് പോകുന്ന സമയത്ത് ടൂർ കോർഡിനേറ്റർ ഒരാളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ആൾ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്കും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലൊക്കെ അത് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോൾ അത് വളരെ നല്ല രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറും ഇല്ലേ. അപ്പം ആ ഒരു രീതി, അതുപോലെ മെമ്പേഴ്സിനൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കിട്ടും. അതുപോലെ ഫെലോ ഫീലിംഗ്, മറ്റൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്സ് സ്ട്രെങ്തൻ ചെയ്യും, പിന്നെ നല്ല ഗുഡ് സിറ്റിസൺഷിപ്പ് വരും. അതുപോലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്യും. പിന്നെ സോഷ്യലൈസേഷൻ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും, പ്രിസർവ് ചെയ്യും കൾച്ചറിനെയും മറ്റും മോഡിഫിക്കേഷനും, അതായത് പ്രിസർവേഷൻ മോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ അവിടെ സംഭവിക്കും. പിന്നെ ഒരു കളക്റ്റീവ് വിസ്ഡം നമുക്ക് കാണാം. പിന്നെ ഗ്രൂപ്പ് പെർഫോമൻസ്. ഓക്കെ, ഇനി കോമൺ ബാരിയേഴ്സ് ടു ഗ്രൂപ്പ് കൊഹേഷൻ, ഇതൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള കുറേ ബാരിയേഴ്സും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന്, ക്ലാഷ് ഓഫ് പേഴ്സണാലിറ്റീസ് ഇൻ ദ ഗ്രൂപ്പ്, എല്ലാവരും പല സ്വഭാവമായിരിക്കും. അപ്പം നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ കഴിയണമെന്നില്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും ഓഫ് ടാസ്ക് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്, നമ്മൾ ആ ജോലി അവന് കൊടുത്തു, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഈ ജോലി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ അടി ഉണ്ടാക്കണത്. ദെൻ ബ്രേക്ക് ഡൗൺ ഇൻ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം. ദെൻ സ്ട്രഗിൾ ഫോർ പവർ ഇൻ ദ ഗ്രൂപ്പ്, പിന്നെ എനിക്കാളാണ് എനിക്ക് കിട്ടണം എന്നുള്ളൊരു പവറിന് വേണ്ടിയിട്ടുള്ളൊരിതും. ദെൻ ഫ്രീക്വൻറ്റ് ടേൺ ഓവർ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഓൺ ഗ്രൂപ്പ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പറ്റൂല എന്ന് പറയണേ അതുപോലത്തെ ഉള്ള സ്വഭാവം. പിന്നെ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രീ എക്സ്പ്രഷൻ, പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയാത്തൊരവസ്ഥ, അതൊക്കെ. ദെൻ പുവർ ഇംപ്രഷൻ ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് പ്രസൻസ് ഓഫ് സ്ട്രോങ് ക്ലിക്സ്, ഇതൊക്കെ ഈ ഒരു ഗ്രൂപ്പ് കൊഹേഷൻ്റെ കുഴപ്പങ്ങളുണ്ട്, അത് ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാര്യമാണ്. ദെൻ ലാക്ക് ഓഫ് ഡെമോക്രസി, പിന്നെ ഡെമോക്രസി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവർക്കും എല്ലാ അഭിപ്രായം പറയാൻ പറ്റാത്ത ഒക്കെ ഒരു ടീം തീരുമാനിക്കും, മറ്റുള്ളവരനുസരിക്കുക, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു നല്ലൊരു ഇത് പോയില്ല.
and neglecting personal needs of individuals and exploitation of the leaders, largeness of the group size and domination, unpleasant experiences. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ കേട്ടോ. ദെൻ ടെക്നിക്സ് ടു ഡെവലപ്പ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. അടുത്തത് ടെക്നിക്സ് ആണ്. ഇത് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം? ഒന്ന്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞു തീർക്കുക, അപ്പോൾ തന്നെ പ്രശ്നങ്ങൾ കുറേ തീരും. ആൻഡ് ഇൻക്രീസ് ഇൻട്രാക്ഷൻ അമംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. പിന്നെ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ നല്ലതായിട്ട് എന്ന് വെച്ചാൽ എന്നാലേ മറ്റുള്ള ആൾ എന്താ ഉദ്ദേശിക്കണേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ കൊണ്ടുവരാം. ആൻഡ് എൻകറേജ് ഫ്രീ എക്സ്പ്രഷൻ. എന്താ വെച്ചാലും തുറന്നു പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ റോൾസ് ഇൻ ദ സക്സസ് ഓഫ് ദ ടീം. അതുപോലെ ഇൻഡിവിജ്വൽസിന് അവർക്ക് റോൾ ഉണ്ട് എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കുക. ദെൻ ഡെവലപ്പ് പ്രൈഡ് വിത്തിൻ സബ് യൂണിറ്റ്സ്. പിന്നെ അവർക്ക് അവരുടെ സബ് യൂണിറ്റ് ആയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ അവർക്കും വളരെ വാല്യൂ ഉണ്ടെന്ന് അവരെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കണം. ദെൻ സെറ്റ് ചാലഞ്ചിങ് ഗ്രൂപ്പ് ഗോൾസ്. പിന്നെ അവർക്ക് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഡെവലപ്പ് എ സ്ട്രോങ് ഐഡൻറ്റിറ്റി ആസ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ എംഫസൈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. Then make the group fulfill the needs of the members. Then heighten group prestige, avoid formation of social cliques and conduct periodic team meetings. Team meetings ഒക്കെ നടത്തുക നല്ലോണം കേട്ടോ. And know the team climate. Then know something personal about each group member. Recognize contributions of members and deal with personal needs. Okay. ഇനി ഗ്രൂപ്പ് മൊറയിൽ. ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു മൊറയിൽ എന്ന് പറയുന്നൊരു സംഭവം കൂടി വേണം. ഈ ഗ്രൂപ്പ് മൊറയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് എ ഗ്രൂപ്പ് ദാറ്റ് മേക്സ് ഇറ്റ് വാണ്ട് ടു സക്സീഡ്. നമുക്ക് ജയിക്കണം, നമുക്കിത് നേടിയെടുക്കണം എന്നുള്ള നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അതാണ് ഗ്രൂപ്പ് മൊറയിൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് വെൽ ബീയിങ് ദാറ്റ് കംസ് ഫ്രം കോൺഫിഡൻസ്, യൂസ്ഫുൾനെസ് ആൻഡ് പേർപ്പസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ എഫേർട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടു എൻഹാൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഗ്രൂപ്പ് ഇൻ അക്കംപ്ലിഷിംഗ് എ ടാസ്ക്. മൊറയിൽ ആൻഡ് മോറൽ ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. മൊറയിലും മോറലും രണ്ട് കാര്യം കേട്ടോ, നമ്മളത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുത്. മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത എന്നാണ് അർത്ഥം. മൊറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പിനോടുള്ള തോന്നുന്നൊരു ആത്മവിശ്വാസമല്ലേ, നമ്മൾ എന്തായാലും ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ള ഒരു ലക്ഷ്യം, അതാണ്. മോറൽ ഈസ് എ ലെസൺ എ സ്റ്റോറി ഗിവ്സ്. മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണപാഠകഥ എന്നേ അർത്ഥമുള്ളൂ, പക്ഷേ മൊറയിൽ എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. ഇനി അടുത്തത് എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഹൈ മൊറയിൽ. എന്ന് വെച്ചാൽ ഫേവറബിൾ ആയിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും ഒരു കാര്യം ഗ്രൂപ്പിൽ പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ്, എന്നിട്ട് നമ്മൾ പിന്നെ അത് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ഉൾക്കൊള്ളണം ആദ്യം. അല്ലാതെ ആദ്യം തന്നെ അതൊന്നും ഇവിടെ പറ്റൂല എന്ന് പറയല്ല. ആൻഡ് അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ്സ് ലോ മൊറയിൽ. അപ്പോൾ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ലോ മൊറയിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഹൈ മൊറയിൽ പീപ്പിൾ to attach greater importance to group goals and compare with their personal goals. It increases the people's involvement to the task, whereas low moral leads to inefficiency, waste and productivity, അൺട്രസ്റ്റ് ആൻഡ് ഇൻഡിസിപ്ലിൻ എമംഗ് എംപ്ലോയീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മൊറയിലായിട്ടുള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല അല്ലേ. നമുക്കിപ്പം എന്ത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ചിലരിങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ചിലർ ഭയങ്കര പാസീവായിരിക്കും. അപ്പം പാസീവായിട്ട് നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന, കോൺഫിഡൻസും ഇല്ലാതിരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ആ ഗ്രൂപ്പിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ലോ മൊറയിലുള്ളവരായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഗ്രൂപ്പിനോട് വലിയ താല്പര്യമില്ലാതെ, അവർക്ക് പേഴ്സണലിയും താല്പര്യമില്ല, പിന്നെ എന്തിനോ വേണ്ടിയ ഗ്രൂപ്പിൽ ചേർന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൊറയിൽ. മൊറയിലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇഫ് ദ ഓർഗനൈസേഷൻ ഗോൾസ് കൺസിഡർഡ് ബൈ ദ മെമ്പേഴ്സ് ടു ബി യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്, മൊറൽ ജനറലി ടെൻഡ്സ് ടു ബി ഹൈ. അതായത് ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചു, ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അവിടെ ഗ്രൂപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് ഒരാൾക്ക് ഉപയോഗമില്ലാത്ത കുറേ ഒബ്ജക്റ്റീവ്സും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ മൊറയിൽ കുറയാനാണ് ചാൻസ് കൂടുതൽ. ദെൻ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നേച്ചർ ഓഫ് ദ ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസസ് ദ മൊറയിൽ. ദ ലീഡർഷിപ്പ് എനേബിൾസ് ദ സബോർഡിനേറ്റ്സ് ടു അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ്. ദർ ഇസ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ മൊറയിൽ. എന്ന് വെച്ചാൽ ഈ ലീഡർ ആയിരിക്കുന്ന ആൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ ഇങ്ങോട്ടൊരു പവറിൽ കയറിയാൽ പോരാ, കോർഡിനേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ലീഡർഷിപ്പ് നല്ലതാണെങ്കിൽ മൊറയിലും ഹൈ ആയിരിക്കും. ദെൻ ബിഹേവിയർ ഓഫ് ദ മെമ്പേഴ്സ്. അതേപോലെ എല്ലാവരും പല സ്വഭാവത്തിൽ നിന്ന്
നിന്നും വരുന്ന ആളുകളൊക്കെ തന്നെയാണ്. ദ ബിഹേവിയർ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ എ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ദ മൊറൽ. പക്ഷെ നമ്മൾ വീട്ടിൽ കാണിക്കണ മാതിരി എന്തും പോയിട്ട് ഗ്രൂപ്പിൽ പോയിട്ട് നമുക്ക് അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറാനും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് മ്യൂച്വൽ കോർപ്പറേഷൻ വളരെ പ്രധാനമാണ്. ഞാനൊന്നും ചെയ്യില്ല, നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുമോ? ഇല്ല. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫൈങ് ജോബ്സ് കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് ഹൈ മൊറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ ഫിനാൻഷ്യലിയും അല്ലാത്ത രീതിയിലൊക്കെ നമ്മളും കുറേ സങ്കടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വർക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് തോന്നില്ല. ദെൻ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ സ്മൂത്ത് ആൻഡ് ഫ്രാങ്ക് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ലോ മൊറലിലേക്ക് കൊണ്ടുവരും. ആൻഡ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റെമ്യൂണറേഷനും ഫെസിലിറ്റിയും ഒക്കെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഉള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന് കിട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അവിടെ മൊറയിൽ കൂടുള്ളൂ. അപ്പം നമ്മളൊക്കെ ഒരു ഫേമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സാലറിയും നമുക്ക് കറക്റ്റായിട്ട് ബോണസും കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫേമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ചില കമ്പനീസ് എന്താ ചെയ്യുക, അവരുടെ തൊഴിലാളികളെ അവർ തീരെ മൈൻഡ് ചെയ്യില്ല, അവരോടുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യും. ശരിക്കും അവരൊന്ന് റെസ്പെക്റ്റ് ചെയ്താൽ, അവർ ആ കമ്പനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകളാണ്, അവരുടെ കാര്യങ്ങളും കൂടി പരിഗണിച്ചാൽ. അത് ചെയ്യാത്തടത്താണ് ഈ ഒരു ലോ മൊറയിൽ ഉണ്ടാവുന്നത്. ദെൻ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം അഡ്വാൻസ്മെൻറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. പിന്നെ അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള ഹെൽത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതാണ്. നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, പേടിയില്ലാതെ സേഫായിട്ട് ഹെൽത്ത് കെയർ ഒക്കെ കിട്ടിയിട്ട് വെൽഫെയർ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ നല്ലൊരു മൊറയിൽ ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ ബാഡ് ആണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനൊന്നും സാധിക്കില്ല, സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ. ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് എ വില്ലിങ്നെസ് ഓഫ് ദ പീപ്പിൾ ടു വർക്ക് ആൻഡ് ഇറ്റ് ലീഡ്സ് പീപ്പിൾ ടു ഹാപ്പിനെസ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻക്രീസസ് ദ പീപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ടാസ്ക്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പ്രശ്നമില്ലാതെ ആളുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ ലീഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സൊക്കെ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിൻ്റാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ആൻഡ് വർക്ക്സ് ഓഫ് അതേഴ്സ് in the accomplishment of specific task. It is defined as the ability of a person to influence a group towards the realization of a goal. It is a capacity of an individual to attract people and to inspire them to work with confidence and zeal. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് എ ഗ്രൂപ്പ് ടുവാർഡ്സ് എ റിയലൈസേഷൻ ഓഫ് എ ഗോൾ. ഒരു പെർട്ടിക്കുലർ ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് ആളുകളെ, ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കറക്റ്റായിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരാളുടെ കപ്പാസിറ്റി, അതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് പ്രോസസ്സാണ്. ഇറ്റ് ഇസ് ആൻ ഇൻ്റർപേഴ്സണൽ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. നമ്മുടെ ഒരു ലീഡർ ആയിരിക്കുമ്പോൾ നമ്മുടെ ബിഹേവിയർ മറ്റുള്ളവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ലീഡറെ കണ്ടാൽ അറിയാം ഒരു ഗ്രൂപ്പ് നല്ലതായിരിക്കുമോ, വർക്കിംഗ് ആവുമോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളില്ലേ, നല്ല രീതിയിൽ ഒരുപാട് കോടീശ്വരന്മാരും അവരൊക്കെ ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ടീമിനെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് നിലനിർത്തുന്നത് കൊണ്ടാണ്, അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ആണ് നോക്കുന്നത് കേട്ടോ. ഒന്ന്, പ്ലസൻറ്റ് അപ്പിയറൻസ്. എപ്പോഴും എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് വേണം. ദെൻ ഗുഡ് വിഷൻ. പിന്നെ ഭാവിയെ പറ്റിയിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ധാരണ വേണം. ദെൻ ഹൈ ഇൻ്റലിജൻസ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒബ്ജക്റ്റീവ് അപ്രോച്ച്, നോളേജ് ഓഫ് വർക്ക് ആൻഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ സെൽഫ് കോൺഫിഡൻസ് വേണം, ഗുഡ് വിൽ പവർ വേണം, ഹ്യൂമനിസ്റ്റിക് ക്യാരക്ടേഴ്സ് വേണം, എമ്പതി ഉണ്ടായിരിക്കണം, സെൽഫ് ഇനീഷ്യേഷൻ ഉണ്ടായിരിക്കണം, മോട്ടിവേറ്റർ ആയിരിക്കണം, പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ക്രിയേറ്റ് കോൺഫിഡൻസ് ആൻഡ് ക്രിയേറ്റ് എ സ്യൂട്ടബിൾ വർക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ഗുഡ് കോർഡിനേഷൻ. ദെൻ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
there are different types of leadership. Major types എന്ന് പറയുന്നത് laissez-faire leadership, autocratic leadership and participatory leadership. Laissez-faire style has low control, autocratic style has high control, and the participative style has medium control. The culture and goals of each organization determines the type of leadership it needs. Let us discuss each of them in detail. On the laissez-faire leadership എന്ന് പറഞ്ഞാൽ, it is a type of leadership in which the leader gives no direction to the members of his team. ഇവിടെ ഈ laissez-faire ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ്സ് നോ ഡിറക്ഷൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ടീം. ദ ടീം മെമ്പേഴ്സ് ടേക്ക് ഡിസിഷൻസ് ദംസെൽസ്. ടീം മെമ്പേഴ്സ് തന്നെയാണ് അവരുടെ ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. laissez-faire ലീഡർഷിപ്പ് ഇസ് ഓൾസോ നോൺ ആസ് ഡെലിഗേഷൻ ലീഡർഷിപ്പ്. ഇതിനെ ഡെലിഗേഷൻ ലീഡർഷിപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദിസ് സ്റ്റൈൽ ഈസ് എഫക്റ്റീവ് ഇൻ സിറ്റുവേഷൻസ് വെർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഹു നീഡ് നോ സൂപ്പർവിഷൻ ഇൻ ഓൾ ഇറ്റ്സ് അക്കംപ്ലിഷിങ് എ ടാസ്ക് സക്സസ്ഫുള്ളി. അതായത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പ്രത്യേകിച്ച് ആരുടെയും ഒരു സഹായമോ അല്ലെങ്കിൽ ആരുടെയും ഒരു സൂപ്പർവിഷനോ വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് ഈ laissez-faire എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ ഒരു BEdൻ്റെ ക്ലാസ് റൂമിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇരുന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് സൂപ്പർവിഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എന്താണ് ടോപ്പിക് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏകദേശം എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനുള്ള മെറ്റീരിയൽസ് കിട്ടും. നമ്മൾ ഏവിളാണ് കുറച്ചൊക്കെ ഇത് കോർഡിനേറ്റ് ചെയ്യാനും കാര്യങ്ങൾ പോയിന്റുകൾ എഴുതി ഉണ്ടാക്കാനും ഇത് വിശദീകരിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് കഴിയും. പക്ഷേ ഇത് ചെറിയൊരു ക്ലാസ്സിലുള്ള കുട്ടികളെ കൊണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അറിയണമെന്നില്ല. അവിടെ ഒരു ടീച്ചറുടെ സൂപ്പർവിഷൻ ആവശ്യമുണ്ട്. പക്ഷേ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന, എല്ലാവരും സെൽഫ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടെ തന്നെ ഡിസിഷൻസ് എടുത്തിട്ട് അത് നന്നായിട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ autocratic leadership എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഇൻ വിച്ച് ദി ലീഡർ ടേക്സ് ഡിസിഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി. ഇവിടെ ലീഡറിനാണ് പ്രാധാന്യം കേട്ടോ. അദ്ദേഹമാണ് ഡിസിഷൻസ് എടുക്കുന്നത്, മറ്റുള്ളവർ അത് ഒബേ ചെയ്യുകയാണ് ചെയ്യുക. ഹി ഡസ് നോട്ട് കൺസൾട്ട് ഓർ ഡിസ്കസ് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ടീം. അത് അവരുടെ ടീം മെമ്പേഴ്സായിട്ടൊന്നും ഡിസ്കസ് ചെയ്യില്ല. ആൻഡ് ദ സജഷൻസ് ആൻഡ് റിമാർക്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ടീം ആർ നോട്ട് കൺസിഡേർഡ്. പിന്നെ അവർ ടീം മെമ്പേഴ്സ് പറയണം അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കില്ല. ഹാൻഡ് ആൻഡ് ഫസ്റ്റ് ഡയറക്ഷൻസ് as what the things are to be done, how one meant to do them, etc. are strictly given to the members. അപ്പോൾ അവർക്ക് ജോബ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അവരത് ചെയ്തു പോവുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഇത് ഓട്ടോക്രാറ്റിക് ആണ്, ഒരിക്കലും ഡെമോക്രാറ്റിക് അല്ല. അപ്പം ആരാണോ എൻ്റെ ലീഡർ അദ്ദേഹം തീരുമാനിക്കുന്നു, മറ്റുള്ളവർ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് എഫക്റ്റീവ് വെൻ ദ ലീഡർ ഈസ് മോസ്റ്റ് നോളജബിൾ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓർ വെൻ ദർ ഈസ് നോ ടൈം ഫോർ ഡിസ്കഷൻ. അപ്പോൾ ഡിസ്കഷൻ ചെയ്യാനുള്ളൊരു സമയമില്ല. പിന്നെ അത് മാത്രമല്ല, ലീഡർ എന്ന് പറയുന്നത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് ഡിസിഷൻസ് എടുത്താൽ മതി. സം അക്യൂസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആസ് ലെസ് ക്രിയേറ്റീവ്, ഹൈലി കൺട്രോളിങ്, ബോസി ആൻഡ് ഡിക്റ്ററ്റോറിയൽ. ഡിക്റ്റേറ്റർഷിപ്പ് ആണെന്നൊക്കെ പറയാറുണ്ടോ, ഇതെന്തൊരിതാണ്, ഞങ്ങൾ വെറുതെ അടിമകളാണോ ഇവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും അല്ലേ. ചില ഫേമുകളിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്പേസും ഉണ്ടാവില്ല. അവിടെ ആ ലീഡർ തീരുമാനിക്കും, നമ്മൾ ഒബേ ചെയ്യും. ഇറ്റ് മേ ലീഡ് ടു എക്സസ് ആബ്സെൻറ്റിസം ഇൻ ആൻ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. ഇത് ആളുകൾക്ക് ശരിക്കും നമ്മളൊരു അടിമപ്പണി ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാന്നല്ലാണ്ട് നമ്മളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യുന്ന ടീം മെമ്പേഴ്സിനൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. ദെൻ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഇൻ വിച്ച് ദി ലീഡർ ടേക്സ് ഡിസിഷൻസ് ആഫ്റ്റർ കൺസിഡറിങ് ദ വ്യൂസ് ആൻഡ് സജഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ടീം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് എല്ലാവരോടും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു വേ ആണിത്. Participative leaders inspire the group members to participate in the process of decision making. ഇവിടെയാണ് ശരിക്കും ലീഡറും അവിടെയുള്ള ആളുകളും തമ്മിലുള്ളൊരു കോണ്ടാക്റ്റ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഫൈനൽ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ ലീഡർ ഹിംസെൽഫ്. പക്ഷേ അവസാനത്തെ ആ ഒരു തീരുമാനം ലീഡർ ആയിരിക്കും എടുക്കുക, പക്ഷേ ഇവരുടെയൊക്കെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടായിരിക്കും എടുക്കുക. However, it works as a team, solves problems and improves quality. It is more creative and it is seen as a most effective leadership style, and the process of decision making is but slow. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് മീറ്റിങ്ങിന് ഡിസിഷൻസ് ഒക്കെ എടുത്ത് അതിൽ നിന്ന് വേണ്ടത് സെലക്ട് ചെയ്ത് ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് സമയം എടുത്തേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന
ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച്.